നമസ്തേ, എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇൻകം ടാക്സ് റിട്ടേൺസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പം ഇപ്പോൾ ഇൻകം ടാക്സ് റിട്ടേൺസിൻ്റെ സമയമാണ്. ജൂലൈ 31 വരെ നമുക്ക് ഓരോ ഇൻഡിവിജ്വൽ ബേസിനും പിന്നെ ബിസിനസ്സുകാർക്കും എല്ലാവർക്കും ഫയൽ ചെയ്യേണ്ട സമയമാണ്. അപ്പോൾ ഇൻകം ടാക്സ് റിട്ടേൺസ് നമ്മൾ ആരൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാമല്ലോ. എല്ലാവർക്കും ആ ഒരു സ്ലാബിന് മുകളിൽ, ദാറ്റ് ഈസ് പുതിയ അസസ്മെൻറ്റ്, പുതിയ ടാക്സ് ഇയർ പ്രകാരം അല്ലെങ്കിൽ പുതിയ ആക്ട് പ്രകാരം 12 ലക്ഷമാണ് നമ്മുടെ ഒരു വരുമാന സ്രോതസ്സ് എന്ന് വരുന്നത്. പക്ഷേ നമ്മൾ 4 ലക്ഷത്തിന് മുകളിൽ നമുക്ക് ഈ വരുമാനം വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്യണം. 12 ലക്ഷം രൂപ വരെ നമുക്ക് റിബേറ്റ് ആയിട്ട് കിഴിച്ച് കിട്ടും. 12 ലക്ഷം രൂപയ്ക്ക് മുകളിൽ നമ്മൾ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ 4 ലക്ഷത്തിന് രൂപയ്ക്ക് തൊട്ടുള്ള ടാക്സ് അടയ്ക്കേണ്ടി വരും. സോ അതായത് 4 to 12 ലാക്സ് റിബേറ്റ് പോലെയാണ് ടാക്സ് അടയ്ക്കേണ്ട. പക്ഷേ 4 ലാക്സ് വരെയുള്ള ഇൻകം, 4 ലാക്സിന് മുകളിൽ പോകുന്നവർ റിട്ടേൺസ് ഫയൽ ചെയ്യണം. 12 ലാക്സിന് മുകളിൽ, ഇപ്പോൾ 12 ലാക്സ് 12 ലക്ഷത്തിൽ 1 രൂപ ആയാൽ പോലും 1 രൂപയാൽ നമ്മൾ 4 ലക്ഷം തൊട്ടുള്ള ടാക്സ് അടയ്ക്കേണ്ടത്. 12 ലക്ഷം തൊട്ടുള്ള ടാക്സ് അല്ല അടയ്ക്കേണ്ടത്. ഒന്ന്. സെക്കൻഡ് തിങ്, നമ്മൾ റിട്ടേൺസ് ഫയൽ ചെയ്യേണ്ട ഡ്യൂ ഡേറ്റ്. അപ്പം നമ്മളിപ്പം ഒരു ഇൻഡിവിജ്വൽ ബേസ്, അതായത് സാലറി ക്ലാസ്, അല്ലെങ്കിൽ ഒരു ചെറിയ ബിസിനസ്സുകാർ, അല്ലെങ്കിൽ റെൻറ്റ് മാത്രം കിട്ടുന്നവർ, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മുടെ ഡ്യൂ ഡേറ്റ് ഫയൽ ചെയ്യുന്നത് 31 ജൂലൈ ആണ് വരുന്നത്. അതായത് 2026 31 ജൂലൈ വരെയാണ് വരുന്നത്. അത് നീട്ടിയിട്ടില്ലെങ്കിൽ 31 ജൂലൈ വരെയാണ് വരുന്നത്. പിന്നെ ടാക്സ് ഓഡിറ്റ് കേസുകൾ വരുന്ന ബിസിനസ് പർപ്പസിനും മറ്റേവർക്കൊക്കെ അത് നവംബറിലേക്കാണ് വരുന്നത്. അത് ഒക്ടോബറിൽ നമ്മൾ തീർക്കണം, റിട്ടേൺസ് തീർക്കണം. നവംബർ വരെ റിപ്പോർട്ട് ഫയൽ ചെയ്യാനുള്ള സമയമാണ്. അതേപോലെ കമ്പനീസിനൊക്കെ നമ്മൾ ഒക്ടോബർ വരെ, 31 ഒക്ടോബർ വരെയാണ് നമ്മൾ റിട്ടേൺസ് ഫയൽ ചെയ്യേണ്ട ഡേറ്റ് വരുന്നത്. സോ ഇതാണ് ഒരു പ്രൊസീജിയർ. ട്രസ്റ്റിനും അതേപോലെ ട്രസ്റ്റ് ഓഡിറ്റ് വരുന്നതാണെങ്കിൽ 31 ജൂലൈ ഒക്ടോബർ വരെ ആണ് റിട്ടേൺസ് വരുന്നത്. ഇനി നമ്മൾ റിട്ടേൺസ് ഫയൽ ചെയ്യുന്ന 3-4 ഇതായിട്ടാണ് വരുന്നത്. ദാറ്റ് ഈസ് ഒന്ന് ഒറിജിനൽ റിട്ടേൺ എന്ന് പറഞ്ഞിട്ട് വരും. അതായത് നമ്മൾ ആദ്യമായിട്ട് ഫയൽ ചെയ്യുന്ന റിട്ടേൺ, ആദ്യമായിട്ടെന്ന് വെച്ചാൽ ആ കൊല്ലം ആദ്യമായിട്ട് ഫയൽ ചെയ്യുന്ന റിട്ടേണിനാണ് ഒറിജിനൽ റിട്ടേൺ എന്ന് പറയുന്നത്. അത് നമുക്ക് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ മാതിരി ഏതാണോ നമ്മുടെ ക്ലാസിഫിക്കേഷൻ വരുന്നത് അതിനനുസരിച്ചുള്ള ആ ഒരു ഫോമിൽ നമ്മൾ ഒറിജിനൽ റിട്ടേൺ ഫയൽ ചെയ്യണം. അതിൻ്റെ കൂടെ ഡീറ്റെയിൽസ് ഓഫ് ഇൻകംസും എല്ലാം നമ്മൾ ചെയ്യണം. അത് ഇൻകം ടാക്സ് പോർട്ടലിൽ തന്നെ റിട്ടേൺസ് വരുന്നുണ്ട്. അല്ലെങ്കിൽ പ്രൈവറ്റ് സോഫ്റ്റ്വെയറിൽ ചെയ്യാം. ചാർട്ടേഡ് അക്കൗണ്ടൻസ് ത്രൂ ആയിട്ടും ഫയൽ ചെയ്ത് പോകുന്നതാണ്. കൂടുതൽ കോംപ്ലക്സുകൾ ഉണ്ടാക്കാണ്ട് വേണ്ടിയിട്ട് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ത്രൂ ഫയൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്, ഒറിജിനൽ റിട്ടേൺ ആയിട്ട് വരുന്നത്. ദെൻ നമ്മൾ റിട്ടേൺസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് ഉണ്ട്. ദാറ്റ് ഈസ് നമ്മളിപ്പോൾ ആരാണോ റിട്ടേൺസ് ചെയ്യുന്നത്, ഇപ്പം ഞാനാണ് റിട്ടേൺസ് ഫയൽ ചെയ്യുന്ന ഒരു ഇൻഡിവിജ്വൽ ആണെങ്കിൽ ഞാനത് വെരിഫൈ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ഇലക്ട്രോണിക് ഡിജിറ്റൽ സിഗ്നേച്ചർ ത്രൂ ആയിട്ടോ അല്ലെങ്കിൽ നമ്മൾ അത് സൈൻ ചെയ്തിട്ട് ബാംഗ്ലൂരേക്ക് നമ്മൾ അതിൻ്റെ കൺസേൺ ഓഫീസിലേക്ക് അയച്ചു കൊടുക്കുകയോ ആധാർ OTP ത്രൂ ആയിട്ടോ നമ്മൾ വെരിഫൈ ചെയ്താൽ മാത്രമേ നമ്മൾ റിട്ടേൺസ് സബ്മിറ്റ് ഒറിജിനൽ സബ്മിഷനായിട്ട് വരത്തുള്ളൂ. അതായത് ഈ ഒന്നുകിൽ നമുക്ക് അയച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഡിജിറ്റൽ സിഗ്നേച്ചർ ത്രൂ ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾക്ക് OTP ത്രൂ ആയിട്ട് ചെയ്യാം. പക്ഷേ ടാക്സ് ഓഡിറ്റ് കേസുകളിൽ വരുന്ന കേസുകളിൽ ഡിജിറ്റൽ സിഗ്നേച്ചർ മാത്രമേ നിർബന്ധമായിട്ടും വേണം. അതേപോലെ കമ്പനീസിനായാലും ഇലക്ട്രോണിക് ഡിജിറ്റൽ സിഗ്നേച്ചർ നിർബന്ധമായിട്ട് വേണം. അവർക്ക് OTP ശരിയാവില്ല. സോ ആ രീതിയിൽ നമുക്ക് ചെയ്യാം. അത് ആരാണോ നമ്മൾ ചെയ്യുന്നത് അവരുടെ OTP വെച്ചിട്ട്, അവരുടെ ആധാർ OTP, അവരുടെ രജിസ്റ്റേർഡ് മൊബൈലിലേക്ക് OTP വരും. വന്നിട്ട് ആ OTP നമ്മൾ ചെയ്തു കൊടുത്താൽ മാത്രമേ നമുക്ക് റിട്ടേൺസ് നമുക്ക് ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി വെരിഫിക്കേഷൻ നമ്മൾ 120 ഡേ റിട്ടേൺ ഫയൽ ചെയ്തിട്ട് 120 ഡേയ്സിനുള്ളിൽ ചെയ്തിട്ടില്ലെങ്കിൽ ആ റിട്ടേൺ ഡിഫക്റ്റീവ് റിട്ടേൺ ആയിട്ട് മാറും. ഡിഫക്റ്റീവ് റിട്ടേൺ ആയിട്ട് നമുക്ക് മാറുന്നതായിരിക്കും. സോ 120 ഡേയ്സിനുള്ളിൽ നമ്മൾ ഈ പറയുന്ന OTP ആയിട്ടോ എന്തെങ്കിലായിട്ട് നമ്മളത് ചെയ്തിട്ടുണ്ടായിരിക്കണം, നിർബന്ധമാണ്. ഇനി അടുത്ത വരുന്നത് വെച്ചാൽ റിവൈസ്ഡ് റിട്ടേൺ ആണ് വരുന്നത്. റിവൈസ്ഡ് റിട്ടേൺ എന്ന് വെച്ചാൽ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് തോന്നി നമ്മൾ ചെയ്ത ഇൻകം തെറ്റാണ്, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത ഡിഡക്ഷൻസ് തെറ്റാണ്, അല്ലെങ്കിൽ ഡിഡക്ഷൻസ് കുറഞ്ഞു പോയി, അങ്ങനെ എന്തെങ്കിലും തെറ്റുകൾ നമുക്ക് ഇറേഴ്സ് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ റിട്ടേൺ റിവൈസ് ചെയ്യാനുള്ള അധികാരമുണ്ട്. അതായത് നമുക്ക് ചെയ്ത റിട്ടേൺ ഒന്നും കൂടി നമുക്ക് റിവൈസ് ചെയ്തിട്ട്, അതായത് ഇറർ കണ്ടുപിടിച്ചിട്ട് നമുക്ക് ചെയ്യാനുള്ള അധികാരമുണ്ട്. അത് നമ്മൾ വൺസ് റിട്ടേൺസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ റിട്ടേൺസ് നമ്മൾ ടാക്സ് ഇയറിൻ്റെ 9 മാസത്തിനുള്ളിൽ ചെയ്യണം. 9 മാസം എന്ന് വെച്ചാൽ നമ്മൾ ഡിസംബറിനുള്ളിൽ, അതായത് ഇപ്പോൾ ഇതുവരെ ആണെങ്കിൽ ഇപ്പോൾ ഈ കറണ്ട് ഇയറിലാണ് ഡിസംബർ 2026 മുമ്പ് നമ്മളത് റിവൈസ് റിട്ടേൺ ഫയൽ ചെയ്തിട്ടാണ്. അല്ലെങ്കിൽ അസസ്മെൻറ്റ് തീരുന്നതിന് മുമ്പായിട്ട്, ഇത് രണ്ടിൽ ഏതാ മുമ്പിൽ വരുന്നത് വെച്ചാൽ നമ്മൾ നേരത്തെ റിട്ടേൺ ഫയൽ ചെയ്തു, നമ്മുടെ അസസ്മെൻറ്റ് നേരത്തെ കംപ്ലീറ്റഡ് ആയെങ്കിൽ പിന്നെ നമുക്ക് റിവൈസ് റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റില്ല, പിന്നെ അപ്പീലിനും മറ്റൊക്കെ പോകാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ റിവൈസ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ഒന്നെങ്കിൽ 9 മാസത്തിനുള്ളിൽ ഡിസംബറിന് മുമ്പ്, അല്ലെങ്കിൽ നമ്മൾ അസസ്മെൻറ്റ് തീരുന്നതിന് മുമ്പായിട്ട് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യണം. റിവൈസ് റിട്ടേൺ എന്ന് വെച്ചാൽ റിവൈസ് റിട്ടേൺ നമ്മൾ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ
ഈ ഒറിജിനൽ റിട്ടേൺ ഫയൽ ചെയ്തതിൻ്റെ മുകളിലാണ് അത് പോയി കിടക്കുക. അതായത് ഒരു റിവൈസ് റിട്ടേണിനായിരിക്കും കൂടുതൽ പ്രസക്തി വരിക. ഒറിജിനൽ റിട്ടേൺ നമ്മൾ ആദ്യം ഫയൽ ചെയ്ത റിട്ടേണിന് പ്രസക്തി ഇല്ലാണ്ടാവും. ഒറിജിനൽ റിട്ടേൺ എന്താണോ ഫയൽ അതിൻ്റെ മുകളിൽ മാത്രമേ അസസ്മെൻറ്റ് നടക്കുകയുള്ളൂ. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഒറിജിനൽ റിട്ടേൺ നമുക്ക് ഫയൽ ചെയ്യാം. ഒറിജിനൽ റിട്ടേൺ റിവൈസ് റിട്ടേൺ ഫയൽ ചെയ്യാം. റിവൈസ് റിട്ടേണിൻ്റെ മുകളിൽ നമുക്ക് നിങ്ങൾ ടാക്സ് അടയ്ക്കാനുണ്ടെങ്കിൽ അടയ്ക്കാം, കുറയ്ക്കാം, റീഫണ്ട് വേണമെങ്കിൽ ക്ലെയിം ചെയ്യാം, അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. പക്ഷേ നമ്മൾ അവർ അസസ്മെൻറ്റ് കംപ്ലീറ്റ് ആക്കുന്നതിന് മുമ്പേ അത് ചെയ്തിട്ടുണ്ടാവണം, അല്ലെങ്കിൽ 9 മാസത്തിനുള്ളിൽ. ഇതാണ് റിവൈസ് റിട്ടേണിൻ്റെ ഒരു ഇത് വരുന്നത്. 263 ആണ് പുതിയ ആക്ട് പ്രകാരമുള്ള സെക്ഷൻ, റിട്ടേൺസിൻ്റെ എല്ലാം സെക്ഷൻ വരുന്നത്. ഇനി ഡിഫക്റ്റീവ് റിട്ടേൺ എന്ന് പറഞ്ഞിട്ട് റിട്ടേൺ ഉണ്ട്. ഡിഫക്റ്റീവ് റിട്ടേൺ എന്ന് വെച്ചാൽ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുമ്പം സാധാരണഗതിയിൽ അതിൻ്റെ കൂടെ നമ്മളൊരു കമ്പ്യൂട്ടേഷൻ ഫോമാറ്റ് അത് നമ്മൾ ഫയൽ ചെയ്ത് പോകും. അല്ലെങ്കിൽ നമ്മൾ അതിന് സാധാരണഗതിയിൽ നമുക്കൊന്നും നമ്മൾ അതിൻ്റെ കൂടെ ചെയ്യേണ്ട, ഒരു എവിഡൻസ് നമ്മൾ കൊടുക്കേണ്ട, എല്ലാം നമ്മൾ ആ റിട്ടേണിൽ തന്നെ ഉണ്ട്. പക്ഷെ നമ്മൾ ചെയ്തതിൻ്റെ മുകളിൽ നമ്മൾ ടാക്സ് അടിച്ച് കുറഞ്ഞു പോവുക, അല്ലെങ്കിൽ ടാക്സ് അടിച്ച ചെല്ലാൻ്റെ നമ്പർ വയ്ക്കാണ്ടിരിക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഇത് വരിക, എന്നിട്ട് ആ റിട്ടേൺ ഒരു ഇററിലാവുകയാണ്. അത് ഇവർ കണ്ടുപിടിക്കുക, അതായത് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിന് നമ്മൾ ഡിഫക്റ്റീവ് റിട്ടേൺ എന്നുള്ള ഓമന പേരിലാണ് അറിയപ്പെടുന്നത്. സോ ഡിഫക്റ്റീവ് വൺസ് റിട്ടേൺ ആയിക്കഴിഞ്ഞാൽ അത് 15 ദിവസത്തിനുള്ളിൽ നമുക്ക് അസസ്സീനെ അവർ അസസ്സീ എന്ന് പറഞ്ഞാൽ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്ത ആരാണോ അവരെ നമ്മൾ അറിയിക്കും. ഈ ഇൻകം ടാക്സ് റിട്ടേൺസ് പൊതുവേ ഡിപ്പാർട്ട്മെൻറ്റ് പൊതുവേ നമ്മളെ അറിയിക്കുന്നത് ഒന്നെങ്കിൽ SMS ത്രൂ ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈലിലായിരിക്കും. അപ്പോൾ എപ്പോഴും കഴിയുന്നത് ശ്രദ്ധിക്കുക, നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ നമ്മുടെ മെയിൽ ID തന്നെ കൊടുക്കുക, നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കുക. അല്ലാണ്ട് ചെയ്യുന്ന വ്യക്തിൻ്റെ, ഇപ്പോൾ ഒരു അക്കൗണ്ടൻറ്റിൻ്റെയോ അല്ലെങ്കിൽ ഒരു ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന വ്യക്തിൻ്റെയോ ഇത് കൊടുക്കാണ്ടിരിക്കുക. കാരണം അവരിലേക്ക് വരുന്ന ചിലപ്പോൾ അവർ ശ്രദ്ധിക്കാതിരിക്കും, നാളെ നിങ്ങൾക്ക് തന്നെ അത് വിനയായിട്ട് മാറും, അത് പെനാൽറ്റി മറ്റേതൊക്കെ വരും. കാരണം അവർ പോസ്റ്റലായിട്ട് അയക്കുന്ന പരിപാടി ഇപ്പോൾ വളരെ കുറവാണ് ഡിപ്പാർട്ട്മെൻറ്റ്. അത് മെയിലായിട്ടോ അല്ലെങ്കിൽ SMS ആയിട്ടേ വരുള്ളൂ. സോ ഡിഫക്റ്റീവ് റിട്ടേൺ അവർ 15 ദിവസത്തിന് നമ്മൾ അറിയിക്കും. ആ 15 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ 15 ദിവസത്തിനുള്ളിൽ നമ്മൾ അറിയിച്ചാൽ നമ്മളത് റിട്ടേൺസ് റെക്ടിഫൈ ചെയ്ത്, അത് കറക്റ്റ് ചെയ്ത് നമ്മൾ തിരിച്ച് ഫയൽ ചെയ്ത് കൊടുക്കണം. അതാണ് നമ്മൾ വേണ്ടത്. അതിനെന്താ വേണ്ടതെന്ന് വെച്ചാൽ അവർ പറഞ്ഞ എന്താ അതിൻ്റെ അകത്ത് ഡിഫക്ട്സ് എന്ന് വെച്ചാൽ ആ ഡിഫക്ട്സ് കംപ്ലീറ്റ് ചെയ്തിട്ട്, ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞ ഡിഫക്ട്സ് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ അയക്കണം. ഈ 15 ദിവസത്തിനുള്ളിൽ നമ്മളത് അയച്ചിട്ടില്ലെങ്കിൽ നമ്മൾ റിട്ടേൺ ഇൻവാലിഡ് റിട്ടേൺ ആയിട്ട് മാറും. അതായത് ഇൻവാലിഡ് റിട്ടേൺ എന്ന് വെച്ചാൽ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യാത്ത പോലെ ആയിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് ഡിഫക്റ്റീവ് റിട്ടേൺ എന്തെങ്കിലും നോട്ടീസ് വരുന്നത് ശ്രദ്ധിക്കുക. നോട്ടീസ് അവനവൻ്റെ മെയിൽ ID തന്നെ, ഇപ്പോൾ ആരെങ്കിലും മറ്റവരുടെ മെയിൽ ID കൊടുത്തിട്ടില്ലെങ്കിൽ അവനവൻ്റെ മെയിൽ ID തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. അത് ശ്രദ്ധിക്കുക. അതിലേക്ക് വരുന്ന കാര്യങ്ങൾ ആരാണോ റിട്ടേൺ ഫയൽ ചെയ്ത് അവരെ അറിയിക്കുക, അല്ലെങ്കിൽ സ്വന്തമായിട്ട് റിട്ടേൺ ഫയൽ ചെയ്യുന്നവർ അത് നോക്കുക. കഴിയുന്നതും ഇതൊക്കെ ഒരു പ്രൊഫഷണലിനെ ഏൽപ്പിക്കുന്നത്, അതായത് ചാർട്ടേഡ് അക്കൗണ്ട്സിനെ മറ്റേ ഏൽപ്പിക്കുന്നതായിരിക്കും നല്ല. കാരണം അവരാകുമ്പോൾ അവരുടെ മെയിൽ ID ആയിരിക്കില്ല കൊടുക്കുക, അവർ നിങ്ങളുടെ മെയിൽ ID തന്നെ കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ശ്രദ്ധിക്കാൻ പറ്റും. മറ്റേന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ ഒരാൾ ചെയ്യുമ്പോൾ അവർക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല, അത് അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലാത്ത കാര്യമാണ്. സോ നമ്മൾ ഡിഫക്റ്റീവ് റിട്ടേണിനെ കുറിച്ചും അവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ വരുന്നതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, ഇപ്പോൾ നമ്മൾ ഡ്യൂ ഡേറ്റിനുള്ളിൽ ഫയൽ ചെയ്യണം. ഡ്യൂ ഡേറ്റ് നമ്മൾ, അല്ലെങ്കിൽ നമ്മളിപ്പം റിവൈസ് റിട്ടേൺ ആണെങ്കിൽ ഇത് ഫയൽ ചെയ്യണം. പിന്നെ ഇതൊന്നും നമുക്കിപ്പോൾ ഡ്യൂ ഡേറ്റിനുള്ളിൽ നമുക്ക് ഫയൽ ചെയ്യാൻ പറ്റിയില്ല എന്ന് വെച്ചു. ഡ്യൂ ഡേറ്റിനുള്ളിൽ നമ്മൾ ഫയൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് December 26 അതായത് 9 months നമുക്ക് റിട്ടേൺ ഫയൽ ചെയ്യാം. നമുക്കിപ്പം July 31 നമുക്ക് റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റിയില്ല, നമുക്ക് എന്തെങ്കിലും തിരക്കാരൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ നമുക്ക് വരുന്ന December 26 നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ടാവണം. December 26 നമ്മൾ ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ റിപ്പർക്കേഷൻസ് നമുക്ക് ഒരുപാട് വരും. ഈ ജൂലൈ കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ഇൻട്രസ്റ്റും പെനാൽറ്റിയൊക്കെ വരും. എന്തായാലും ഇൻട്രസ്റ്റ് എന്തായാലും നമ്മൾ അടക്കേണ്ടി വരും. പഴയ ഈ ആക്ട് 234 എന്ന സെക്ഷനിലാണ് ഇത് വരുന്നത്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും കാരണം നമുക്ക് ചെയ്യില്ലെങ്കിൽ കുറച്ച് ഇൻട്രസ്റ്റ് അടച്ചാലും നമുക്ക് ഡിസംബറിന് മുമ്പ് ഡിസംബറിന് ശേഷം നമുക്ക് റിട്ടേൺസ് ഫയൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പിന്നെ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റാത്ത ഒരു വ്യക്തിയായി മാറും. പിന്നെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് നോട്ടീസുകളും മറ്റേതും അയക്കാനുള്ള സാധ്യതകളുണ്ട്. സോ ഡിസംബറിന് മുമ്പ് നമ്മൾ റിട്ടേൺ, അതായത് 9 months മുമ്പ് നമ്മൾ റിട്ടേൺസ് ഫയൽ ചെയ്യുക. ടാക്സ് ഇയർ ആണ് വരുന്നത്, അതായത് ഏപ്രിൽ മുതൽ 9 മാസം. ഏപ്രിൽ മുതൽ 9 മാസം എന്ന് കഴിഞ്ഞാൽ ഡിസംബർ വരും. അപ്പോൾ ഈ കൊല്ലാകുമ്പോൾ December 26 മുമ്പ് നമ്മൾ ഇൻകം ടാക്സ് റിട്ടേണിൻ്റെ ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്യും. ഇത് ഇൻഡിവിജ്വലിനായാലും വ്യക്തികൾക്കും ട്രസ്റ്റിനും ബിസിനസ്സുകാർക്കും എല്ലാവർക്കും ഇത് ബാധകമായ ഒരു കാര്യമാണ്. വൺസ് അപ്പോൺ ടൈം നമുക്ക് ഫയൽ ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഇപ്പോൾ ചിലവർ നമ്മളൊരു ലോൺ എടുക്കാൻ പോകുമ്പോൾ ബാങ്കുകാർ പറയും ഒരു കഴിഞ്ഞ 4 കൊല്ലത്തെ റിട്ടേൺസ് നമുക്ക് ഫയൽ ചെയ്യണം എന്ന് പറയും. ഇപ്പം ഈ ഒരു കൊല്ലത്തിൻ്റെ കഴിഞ്ഞ് ഈ കൊല്ലം പിന്നെ നമുക്ക് റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റില്ല. ഡിസംബർ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ കൊല്ലത്തിൻ്റെയോ അല്ലെങ്കിൽ മുമ്പത്തെ കൊല്ലത്തിൻ്റെയോ നമുക്ക് സാധാരണഗതിയിൽ നമുക്ക് ഫയൽ ചെയ്യാൻ പറ്റില്ല. സോ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഫയൽ ചെയ്യണം തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് നോട്ടീസ് വരികയാണ് നമുക്കങ്ങനെ ഫയൽ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ അതിനൊരു സംവിധാനമുണ്ട്. ആ സംവിധാനമാണ് അപ്ഡേറ്റഡ് റിട്ടേൺ എന്ന് പറയുന്നത്. അപ്ഡേറ്റഡ് റിട്ടേണിനായിട്ട് നമുക്ക് ഫയൽ ചെയ്യാം. അപ്ഡേറ്റഡ് റിട്ടേൺ പക്ഷേ കുറച്ച് ചിലവേറിയ സംഭവമാണ്. അത് സർക്കാർ അതിനുവേണ്ടി തന്നെ ഉണ്ടാക്കിയതാണ്. അപ്ഡേറ്റഡ് റിട്ടേൺ പ്രകാരം നമുക്ക് കഴിഞ്ഞ 4 കൊല്ലത്തിൻ്റെ പ്രീവിയസ് 48 months വരെയാണ് പറയുന്നത്. പ്രീവിയസ് 4 കൊല്ലത്തിൻ്റെ നമുക്ക് റിട്ടേൺസ് നമുക്ക് ഫയൽ ചെയ്യാം.
പക്ഷെ നമ്മൾ അതിൻ്റെ അപ്ഡേറ്റ് റിട്ടേണിലെ ഏറ്റവും വലിയ ദൂഷ്യവശം എന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ അകത്ത് റീഫണ്ട് കിട്ടില്ല, നോ റീഫണ്ട് കിട്ടില്ല, റീഫണ്ട് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മൾ ടാക്സ് അങ്ങോട്ട് അടക്കേണ്ടി വരും. അതായത് നമുക്ക് TDS പ്രകാരം നമുക്ക് ഇങ്ങോട്ട് കിട്ടാനുള്ളതെങ്കിൽ പോലും നമുക്കത് അങ്ങനെയുള്ള കേസിൽ അപ്ഡേറ്റ് റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റും. നമുക്ക് അങ്ങോട്ട് തന്നെ ടാക്സ് അടച്ച് മാത്രമേ ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഇങ്ങോട്ടൊന്നും കിട്ടില്ല, അങ്ങോട്ട് തന്നെ കൊടുക്കേണ്ടി വരും. അതിൻ്റെ മുകളിൽ നമുക്ക് പെനാൽറ്റിയും വരുന്നുണ്ട്. അതായത് 4 കൊല്ലത്തിന് വരുമ്പം 25% മുതൽ 70% വരെയാണ് അതിൻ്റെ പെനാൽറ്റി വരുന്നത്. ഓരോ കൊല്ലത്തേക്ക് ഓരോരോ രീതി വരും. ഫസ്റ്റ് ഇയർ ഫയൽ ചെയ്യുമ്പോൾ 25%, ടാക്സിൻ്റെ 25% നമ്മൾ കൂട്ടി അടക്കേണ്ടി വരും. സെക്കൻഡ് ഇയർ ആകുമ്പോൾ അതിൻ്റെ കുറച്ചും കൂടി കൂട്ടി അടക്കുക. ലാസ്റ്റ് ഇയർ 4th ഇയർ ഒക്കെ ആകുമ്പോഴത്തേക്ക് 70% വരെ നമുക്ക് കൂട്ടി അടക്കേണ്ടി വരും. കൂടാതെ നമുക്ക് അതിന് ഇൻട്രസ്റ്റും വരുന്നുണ്ടാവും. സോ അപ്പോൾ അപ്ഡേറ്റ് റിട്ടേൺ പ്രകാരം നമ്മൾ അങ്ങോട്ടേ അടയ്ക്കാൻ പറ്റുള്ളൂ. പിന്നെ ലോസ് റിട്ടേൺ നമുക്ക് അപ്ഡേറ്റ് റിട്ടേണിൽ ഫയൽ ചെയ്യാൻ പറ്റില്ല. അതായത് വൺസ് നമ്മൾ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ലോസ് നമുക്ക് ഫയൽ ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു കാര്യങ്ങളും അപ്ഡേറ്റ് റിട്ടേണിൽ വരുന്നുണ്ട്. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. നമ്മൾ ലോസ് റിട്ടേൺ നമുക്കിപ്പം അതിനുവേണ്ടി ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യും. പക്ഷെ എന്നാലും ഞാൻ പറയുന്നതാണ്, നമ്മളിപ്പോൾ ഒരു ഇയറിൽ നമുക്ക് നഷ്ടങ്ങളാണ് വരുന്നതെങ്കിൽ, ബിസിനസ്സിൽ നഷ്ടമാണ് വരുന്നതെങ്കിൽ, സാലറിയും അങ്ങനത്തെ ക്ലാസ് അല്ല, ബിസിനസ്സിൽ നഷ്ടമാണ് വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഈ ഷെയറിൻ്റെ ഇതിൽ നഷ്ടങ്ങളാണ് വരുന്നതെങ്കിൽ നമുക്ക് നഷ്ടം വെച്ച് റിട്ടേൺ ഫയൽ ചെയ്യാം. ആ നഷ്ടം നമുക്ക് വേറൊരു ഇയറിൽ അത് ക്യാരി ഫോർവേഡ് ചെയ്ത് കിട്ടും. അടുത്ത കൊല്ലം ലാഭം ഉണ്ടെങ്കിൽ അതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ പ്രൊവൈഡഡ് നമുക്ക് അങ്ങനെയാണെങ്കിൽ, പക്ഷേ നമ്മൾ ഡ്യൂ ഡേറ്റിനുള്ളിൽ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യണം. ഡ്യൂ ഡേറ്റിനുള്ളിൽ നമ്മൾ ഫയൽ ചെയ്താൽ മാത്രമേ നമുക്ക് ആ ലോസ് അടുത്ത കൊല്ലം ക്യാരി ഫോർവേഡ് ചെയ്ത് കിട്ടുള്ളൂ. അല്ലെങ്കിൽ കിട്ടില്ല, ലോസ് റിട്ടേൺ ഫയൽ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ, കിട്ടില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ജൂലൈക്ക് മുമ്പോ, അതായത് ഒക്ടോബറിന് മുമ്പോ നവംബറിന് മുമ്പോ ആയിട്ട് റിട്ടേൺസ് നമ്മൾ ഫയൽ ചെയ്ത് തീർക്കണം, ലോസ് ഉള്ള കേസിൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളെപ്പോഴും റിട്ടേൺസ് ഫയൽ ചെയ്യുമ്പോൾ ഒരു പ്രാരംഭമായിട്ട് ശ്രദ്ധിക്കുക എന്ന് വെച്ചാൽ നമ്മൾ ഡ്യൂ ഡേറ്റിന് സംഭവം ഫയൽ ചെയ്യുക. ഇനി നമുക്ക് പറ്റിയില്ലെങ്കിൽ അപ്ഡേറ്റ് റിട്ടേൺ ഫയൽ ചെയ്യുക. ഇൻകം ടാക്സിൻ്റെ നോട്ടീസുകളൊക്കെ വരുന്നത് മെയിലിലും SMS-ലും ആയിരിക്കും. അപ്പോൾ നമ്മുടെ സ്വന്തം മെയിൽ ID-യും ഇത് തന്നെ കൊടുക്കുക. പ്രായമായവരാണെങ്കിൽ അവരുടെ മക്കളുടെ അങ്ങനെ ആരും കൊടുക്കുക. ഒരിക്കലും ടാക്സ് റെപ്രസെൻറ്റേറ്റീവിൻ്റെയോ അല്ലെങ്കിൽ അവരുടെ റിട്ടേൺസ് കൊടുക്കാതിരിക്കുക, എപ്പോഴും ശ്രദ്ധിക്കുക. പിന്നെ റിവൈസ് റിട്ടേൺ നമുക്ക് ഫയൽ ചെയ്യാം, പക്ഷേ 9 മാസത്തിനുള്ളിൽ ഫയൽ ചെയ്യണം. അപ്ഡേറ്റ് റിട്ടേൺ 4 കൊല്ലത്ത് നമുക്ക് ഫയൽ ചെയ്യാം, പക്ഷേ നമ്മൾ അങ്ങോട്ട് അടക്കേണ്ടി വരും. ലോസ് റിട്ടേൺ ആണെങ്കിൽ നമ്മൾ ഡ്യൂ ഡേറ്റ് മുമ്പേ ഫയൽ ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റിട്ടേൺ സുഗമമായിട്ട് പോവുകയും നമുക്ക് കൂടുതൽ പ്രശ്നങ്ങൾ നോട്ടീസ് ഒന്നും വരാണ്ട് നമുക്ക് തീർക്കാനും പറ്റുകയും ചെയ്യും. എൻ്റെ ഈ വീഡിയോ കണ്ടതിൽ എല്ലാവർക്കും നന്ദി. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ ലൈക്കുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. താങ്ക് യു. നന്ദി. നമസ്കാരം.